ഈ വർഷത്തെ കലോത്സവ കവറേജ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നിരവധി ആളുകളുണ്ട്. ചലച്ചിത്ര താരം സുധീർ കരമന, തിരുവനന്തപുരത്തിന്റെ അഭിമാനമായി കലാരംഗത്ത് ഉദിച്ചുയർന്നു വന്ന അധ്യാപകനൊക്കെ ആയിട്ടുള്ള സുധീരേട്ട, നിങ്ങളുടെ നാട്ടിലാണ് ഇത്തവണ കലോത്സവം വരുന്നത്. കേരള വിഷൻ ന്യൂസ്. ഈ കലോത്സവം സ്വന്തം നാട്ടിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാ? ഭയങ്കര സന്തോഷമല്ലേ? അതാണല്ലോ എല്ലാ പരിപാടിയും മാറ്റിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സിനിമയ്ക്കൊക്കെ അവധി നൽകി ഇനി അടുത്ത 5 ദിവസം ഇവിടെ തന്നെ? അല്ലല്ല, സിനിമയ്ക്ക് അവധി നൽകാൻ പറ്റൂല. നാളെ ഇനോഗ്രേഷൻ ഡേ ഞാൻ ഇല്ല. അമ്മയുടെ കുടുംബ സംഗമമാണ് നാളെ. അപ്പോൾ എറണാകുളത്ത് പോകണം. ഇന്ന് രാത്രി പോകും. അതാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതും ആവിധ പരിപാടികളെല്ലാം പങ്കെടുത്തു. ഭയങ്കര രസമാണ്. നമുക്ക് എന്ന് വെച്ചാൽ മറ്റന്നാൾ എത്തും. മറ്റന്നാൾ 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി ഞാൻ ഇവിടെ തന്നെയാണ്. കലോത്സവത്തിന്റെ ഇത്തവണ ഏതെങ്കിലും മത്സരങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹം? തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുണ്ട്. കുറച്ച് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ ഡാൻസ് കാണാൻ, അതുപോലെ അഭിനയമായ പരിപാടികളും എല്ലാം ഞാൻ കാണും. കുട്ടികളുടെ പരിപാടികളിൽ നിന്നും മാറി നിൽക്കത്തേയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളുടെ പരിപാടികളിൽ, കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാക്കുകയല്ല, അവർ ചെയ്യുന്ന ചില സ്പാർക്കുകളൊക്കെ ഉണ്ട്. അത് വേറെ ആർക്കും കിട്ടാത്ത. ഇത്രയും ഓഡിയൻസിനെ കണ്ടു കഴിയുമ്പോൾ അവരിൽ നിന്നും വരുന്ന ആവേശത്തോടെ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമല്ലേ? അതിന്റെ കുട്ടികളിൽ നിന്ന് പഠിക്കുകയാണ്. പിന്നെ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടി വരും തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് അവരിതിലേക്ക് വരുന്നത്. മറ്റൊന്ന്, സുധീരേട്ടന്റെ കലോത്സവ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, അതെന്താ? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ്, അതാണ് ഞാൻ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയം. അവിടെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ബേസിസ് അല്ല. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ ചായ കുടിക്കുന്നത് എനിക്ക് 6-ാം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ ക്ലാസ്സിലാണ്. ഇപ്പോഴും വീട്ടിൽ അമ്മയുടെ അടുത്ത് ചെന്നാൽ. അതുകൊണ്ട് കല എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കലാരംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമാക്കിയത് എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി കോളേജാണ്. അവിടെയും കലാരംഗവും കലോത്സവവും യുവജനോത്സവങ്ങളുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകിയിരുന്നത്. ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിൽ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി എത്തുന്നത് തന്നെ അന്നത്തെ കലാപരിപാടികളിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ്. ഒരു നടനെന്ന നിലയിൽ, ഒരു വലിയ കലാകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ കലോത്സവത്തിന് വരാനിരിക്കുന്ന പ്രതിഭകൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ്? അല്ല, പ്രതിഭകൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മാനസികമായോ ഈ എന്തെങ്കിലും സാങ്കേതികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ചില കലാകാരന്മാർക്കും കലാകാരന്മാർക്കും മുന്നോട്ട് വരാൻ കഴിയില്ലാതെ വരും. അതൊന്നും ഒരു മാനദണ്ഡമാക്കി എടുക്കാതെ, കല എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്ന ചിലപ്പോൾ ആ പർട്ടിക്കുലർ സമയത്ത് മാത്രം അത് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. എങ്കിലും കല എന്നും ഉള്ളവർക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അത് ഒന്നിരിക്കും, അത് പ്രയോജനപ്പെടുകയും ചെയ്യും, കാലം തെളിയിക്കുകയും ചെയ്യും. എന്തായാലും നല്ലൊരു ഉപദേശമാണ്. തിരുവനന്തപുരം നമുക്ക് ഇത്തവണ തകർക്കണം. എല്ലാവിധ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും നമ്മളെ DG ആയാലും ഷാനവാസ് സാറായാലും ശിവൻകുട്ടി സാറായാലും ഇവരൊക്കെ നേരിട്ടാണ് ഈച്ച് ആൻഡ് എവരി കാര്യത്തിൽ. എൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യത്തിലും വളരെ സജീവമായി ഉള്ള രീതിയിലുള്ള പങ്കാളിത്തമാണ് ഈ തവണ കലോത്സവത്തിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊരു ചരിത്രമായിരിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന കലോത്സവം തിരുവനന്തപുരംകാരന്റെ ഗ്യാരണ്ടിയാണ് എല്ലാ കാര്യത്തിലും. അത് തന്നെയാണ് സുധീരേട്ടൻ നമുക്ക് പകർന്നു തരുന്നത്, ഒരു തിരുവനന്തപുരം ഗ്യാരണ്ടി. താങ്ക് യു. അപ്പോ അദ്ദേഹം നേരത്തെ ഇവിടെ വളരെ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കപ്പ് ഇവിടെ എത്തിയപ്പോൾ മുതൽ ഇതിലേക്ക് അദ്ദേഹം പങ്കാളിയായി വരുന്നൊരു സാഹചര്യം. അദ്ദേഹത്തിന്റെ ഭാര്യ അധ്യാപികയാണ്. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ചലച്ചിത്ര നടൻ എന്നതിനപ്പുറം അദ്ദേഹം പൊതുരംഗത്ത് എല്ലാം ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരംകാരൻ എന്ന നിലയിൽ കൂടിയാണ്